കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ആടി ഉലയുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അവിടുന്ന് MLA-മാർ പുറത്തേക്ക് പോകുന്നു. 50 തൊട്ട് 60 MLA-മാർ വരെ BJP പക്ഷത്തേക്ക് പോകുമെന്ന് കുമാരസ്വാമി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ജാതി സെൻസസിനെതിരെ കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയ ലിംഗായത്തും വൊക്കലിംഗ സമുദായമൊക്കെ പ്രക്ഷോഭത്തിനൊരുങ്ങുന്ന വേളയിലാണ് കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ പറഞ്ഞത് ഹിജാബ് നിരോധനം പിൻവലിക്കുമെന്ന്. ഏതായാലും 24 മണിക്കൂർ തികയും മുമ്പ് ആ പറഞ്ഞ പ്രസ്താവന തിരുത്തിക്കൊണ്ട് സിദ്ധരാമയ്യ രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ താൻ പറഞ്ഞത് വളച്ചൊടിക്കുകയായിരുന്നു. മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിന് താൻ പറഞ്ഞ ഉത്തരം അങ്ങനെയല്ല. താൻ പറഞ്ഞത് ഹിജാബ് നിരോധനം പിൻവലിക്കണോ എന്നുള്ള കാര്യം തങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നിരോധനം പിൻവലിക്കും എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത്. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഹിജാബ് നിരോധനം പിൻവലിക്കും എന്നുള്ള ഈ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ വിവിധ ഹൈന്ദവ സംഘടനകളും മറ്റ് സംഘടനകളും BJPയും ഉൾപ്പെടെ വലിയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഏതായാലും വളരെ ദുർബലമായി ഏത് നിമിഷവും ഭരണം താഴെ പോകുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സിദ്ധരാമയ്യയുടെ പ്രസ്താവനയും 24 മണിക്കൂർ തികയും മുമ്പ് U-ടേൺ എടുത്തുള്ള മറു പ്രസ്താവനയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.